സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് പലർക്കും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷികളുമായിട്ട് ബന്ധമുണ്ടാവും. അതിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു. അതിനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും അതിനെതിരുന്നിട്ടില്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഏറ്റവും ഒന്നാമത്തത് ദീനാണ്. ആ ദീൻ കഴിഞ്ഞിട്ടേ മറ്റുള്ള സംഗതികളുള്ളൂ. അപ്പോൾ ദീനിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇവിടെ ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം വളരെ ശക്തമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. അതിനെതിരിൽ നമ്മുടെ പ്രവർത്തനം അത് പോരാന്നാണ് ഞാൻ പറയുന്നത്. ബിദ്അഈ പ്രസ്ഥാനങ്ങൾ അവരാണ് നവോത്ഥാന നായകന്മാരെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത് തോന്നുകയാണ് അവരാണ് നവോത്ഥാന നായകന്മാർ, അവരാണ് ഇവിടെ നവോത്ഥാനം. എന്ത് നവോത്ഥാനം അവരിവിടെ ഉണ്ടാക്കിയത്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ വിശുദ്ധമാവുന്ന ആശയാദർശങ്ങൾ ആരുടെ മുന്നിൽ പറയാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് യാതൊരു മടിയില്ല, യാതൊരു പേടിയില്ല. അപ്പോൾ സുന്നത്ത് ജമാഅത്തിനെതിരിൽ വരുന്നതായ ഏത് ശബ്ദങ്ങൾക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് തിരിച്ചടി നൽകും. ആ ശബ്ദങ്ങൾ അത് ഏത് ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് മറുപടി പറയുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഇത് മഹാന്മാരാവുന്ന ഇതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചതായ ഏറ്റവും വലിയതായ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണം അത് നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഉമ്മത്തിനെ അവരെ ശരിയായ റൂട്ടിൽ കൂടി അവരെ നയിച്ചുകൊണ്ടിട്ട് അവരെ നയിച്ചുകൊണ്ടിട്ട് അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാം. അതായത് അവർ റൂട്ട് ശരിയാക്കി കൊടുക്കാം, അവർക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള റൂട്ട് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ആ റൂട്ടിൽ കൂടി അവരെ സഞ്ചരിപ്പിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. മറ്റുള്ളതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സർവ്വ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ആദ്യം മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്വീകരിച്ച് വന്നിരുന്നതായ ചില നയങ്ങളുണ്ട്. ആ നയങ്ങൾക്കൊന്നും ഇന്നും ഒരു അണിമണി തൂക്ക യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഇവിടെ ഭരിക്കുന്നതായ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ നയം തന്നെതാ. ഭരിക്കുന്ന ഗവൺമെൻറ് അവരോട് നമ്മൾ യോജിച്ച് നിന്ന് നമ്മൾക്കുള്ള അവകാശങ്ങൾ അവരിൽ നിന്ന് നേടണം. അവരിൽ നിന്ന് തെറ്റ് കണ്ടാൽ അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അതിനെ എതിർക്കണം. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ എതിർത്തിട്ടുണ്ടല്ലോ. ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവരെ എല്ലാ നയവും അംഗീകരിക്കുക എന്നുള്ളതല്ല. അവരുടെ നയങ്ങൾ അത് വിശുദ്ധമാവുന്നതായ ദീനിന് എതിരാണെന്ന് വന്നാൽ ആ നയങ്ങൾ നമ്മൾ എതിർക്കും. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അത് മറ്റുള്ളതായ സാമൂഹ്യ രാഷ്ട്രീയ കക്ഷികളോ അതല്ലെങ്കിൽ മറ്റു വല്ല കക്ഷികളോ ആയിട്ടുള്ള പൂർവ്വകാലത്ത് തുറന്നു പോരുന്ന ആ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതേ നിൽക്കാനൊന്നും നിലനിൽക്കുകയാണ്. അതിനൊന്നും യാതൊരു വിള്ളലേറ്റിട്ടില്ല. അതിന് വിള്ളലേൽപ്പിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് നടക്കുകയില്ല. കാരണം അത് ആ ഒരു റൂട്ടിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആയും മറ്റുള്ളതായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ബന്ധം ചില പാർട്ടികളുമായിട്ട് ചില അഭേദ്യമായ ബന്ധങ്ങളുണ്ടാവാം. അത് പരമ്പരാഗതമായി തുടർന്നു പോരുന്ന ഒരു നയമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലും പരിശോധിച്ച് നോക്കിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഉണ്ട്. അതിന് അധികം നമ്മുടെ ഉള്ളത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗ് പാർട്ടിക്കാരാണ് അധികം ഉള്ളത്. മുസ്ലിം ലീഗിലെ എല്ലാ ആളുകളും ഇല്ല, സമസ്തക്കാർ മാത്രമേ ഉള്ളൂ. അവരെ ഒപ്പം മുജാഹിദ് പ്രസ്ഥാനക്കാരുണ്ടാവും, മുജാഹിദ് എന്നുള്ളത് തന്നെ പല വിഭാഗക്കാരുണ്ടാവും, അതല്ലാത്തവരുണ്ടാവും, പലരും അവരെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലക്ക് അവരെ കൂടെ പലരും അവരെ കൂടെ ഉണ്ടാവും. എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ദീനീ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ആ ദീനീ സ്വഭാവങ്ങളോട് യോജിക്കുന്നതായ ആളുകളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ ഉണ്ടാവും, അവർ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും. അപ്പോൾ പല കോൺഗ്രസ്സുകാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും ഇവിടെ കേരളത്തിലുള്ള അധിക പാർട്ടിയിലുള്ള ആളുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ളവരുടെ നയങ്ങളോട് അനുസരിച്ച് ജീവിക്കുന്നതായ പലരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുണ്ട്. അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ തുറന്നു പോരുന്ന ഈ നയം
അത് വളരെ വ്യക്തമാണ്. പൂർവികരാകുന്ന നമ്മുടെ മശായിഖ്, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ സാദാത്യങ്ങൾ മുമ്പ് സ്വീകരിച്ചു പോകുന്ന ആ നയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നുള്ളത്. അതല്ലാത്തൊന്നും ഇതിലുണ്ടായിട്ടില്ല. അതല്ലാത്തൊന്ന് ഉണ്ടാവുകയില്ല. ഉണ്ടാവേണ്ട കാരണങ്ങളില്ല. കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനത്തെ കാരണങ്ങളില്ല. അങ്ങനെ തിരുത്തപ്പെടേണ്ടതായ ഒരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായ ഒരു ബാധ്യതയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ, ആ ഓരോ ആശയങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ വളരെ വ്യക്തമായ നിലക്ക് സഹിയാവുന്നതായ ഹദീസുകളുടെയും വിശുദ്ധ ഖുർആൻ്റെയും മഹാന്മാരാവുന്ന അയിമ്മത്തിൻ്റെ ഇജ്മാഇൻ്റെയും അതുപോലെ തന്നെ ഖിയാസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടപ്പെട്ടതാണ്. യാതൊരു സംശയമില്ല. മഹാന്മാരാവുന്നതായ സഹാബത്തിനോടുള്ള ബഹുമാനം, മഹാന്മാരാവുന്നതായ അല്ലാഹുവിൻ്റെ മശായിഖ് ഔലിയാവിനോടുള്ള ബഹുമാനം, ഇത് ദീൻ്റെ ഒരു അടിസ്ഥാനമാണ്. ആ ബഹുമാനം സ്ഥാപിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ബഹുമാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതിന് പല കക്ഷികൾക്കും ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും. അയിമ്മത്തിന് ഒരു നിലക്കും തഴഞ്ഞ് ചെയ്യാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. അവർ വലിയ ത്യാഗമാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, നബിയുടെ ഹദീസുകൾ, ഈ ഹദീസുകളിൽ നിന്നും ആയാത്തുകളിൽ നിന്നിട്ടും വ്യക്തമായി നിർദ്ദേശമില്ലാത്തതായ പല സംഗതികളെയും അവർ എന്താക്കി അതിനെ വെളിച്ചത്ത് കൊണ്ടുവരാണ് അവർ ചെയ്തിട്ടുള്ളത്. വലിയ ത്യാഗമാണ് അവർ. ഓരോരുത്തരും കുറഞ്ഞ കാലം ജീവിച്ചു. അവരൊക്കെ മുവഫഖീങ്ങളാവുന്ന ആളുകളായിരുന്നു. നമ്മളെ മാതിരിക്ക് എന്തെങ്കിലും പൈസക്ക് വേണ്ടി പുസ്തകം എഴുതിയവരല്ല, പേരിന് വേണ്ടി പുസ്തകം എഴുതിയവരല്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നമ്മളിന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ടവർ ഒക്കെ എത്രയോ കിതാബുകളോടെ എഴുതാം. മൂപ്പര സഹീഹുൽ ബുഖാരി അതിൻ്റെ ഒരു ശറഹ് ഇവിടെ വരികയാണെങ്കിൽ അത് എത്രമാത്രം ഉപകാരപ്രദമായിരിക്കും. പക്ഷേ മൂപ്പർ അതൊന്നും എഴുതിയില്ല. മൂപ്പർ ആകെ എഴുതിയതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മൗലൂദ് എഴുതി. മഹാന്മാരാവുന്നതായ മശായിഖന്മാരെ പറ്റി മഹാനാവുന്നതായ സയ്യിദ് സിറാജുദ്ദീൻ വലിയുള്ളാഹി തങ്ങൾക്കുള്ളൊരു മൗലൂദ് എഴുതി. അതുപോലെ മഹാനാവുന്ന ഷെയ്ഖ് അലാവുദ്ദീൻ ഹംസി തങ്ങൾക്കുള്ളതായ ഒരു മൗലൂദ് എഴുതി. മഹാനാവുന്ന അജ്മീർ തങ്ങളൊരു മൗലൂദ് എഴുതി. ഈ എല്ലാ മൗലൂദ് ഇതിനും അതിൻ്റെ പിന്നിൽ പ്രത്യേകമാവുന്ന കാരണങ്ങളുണ്ട്. അങ്ങനെ ആ മൗലിദ് എഴുതിയത് മാത്രമല്ല, ആ മൗലിദ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾക്കുള്ള മൗലിദൊക്കെ എഴുതിയപ്പോൾ അത് അവരെ മഖാമിൽ കൊടുത്തിട്ട് ആ മൗലിദ് ഒന്ന് ഓതിയതിൻ്റെ ശേഷം മൂപ്പരവിടെ കുറച്ച് ഉറങ്ങി ഒരു ചെറിയ നിലക്ക് ഈ മൗലിദിന് വല്ല തെറ്റുണ്ടെങ്കിൽ അത് ഒന്ന് ഇശാറത്ത് ചെയ്യണം എന്നുള്ളതിന്. അങ്ങനെ അതിൽ ഒറ്റൊരു ഹർഫ് മാത്രം അവിടുന്ന് മാറ്റാൻ വേണ്ടി ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ മൗലിദുകളൊക്കെ എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് മൂപ്പര് ഇവിടെ എന്തേ ചെയ്തു. മൂപ്പര് ഇവിടെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. ആ മൗലിദുകളിലൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. ആ മൗലിദുകളെ മുഖവുര നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. മൂപ്പര് ഇവിടെ എന്തേ ചെയ്തു വെച്ചാൽ ഇത്രമാത്രം ഒരുപാട് ഇഷ്യന്മാരെ മൂപ്പര് ഇവിടെ ഉണ്ടാക്കി. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനൊരു ജനകീയ അടിത്തറ ഉണ്ടാക്കി. ഈ പ്രസ്ഥാനത്തിനൊരു വലിയ സംഭവമാക്കിക്കൊണ്ട് മൂപ്പര് മാറ്റി. അതുതന്നെയാണ് മൂപ്പര് ചെയ്ത സേവനം. പക്ഷേ മൂപ്പരുടെ അതുപോലെ തന്നെ റിസാലൻ്റെ ഒരു ബുർഹാൻ മൂപ്പര് എഴുതി. ഇതല്ലാതെ മറ്റൊന്നും മൂപ്പര് എഴുതി അങ്ങനെ പ്രധാനപ്പെട്ടതൊന്നും മൂപ്പര് എഴുതിയിട്ടില്ല. പക്ഷേ മൂപ്പര് ബുഖാരിൻ്റെ ശറഹ് അതിന്ന് ശറഹായിക്കൊണ്ട് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. നമുക്കുള്ള ഒരുപാട് സംശയങ്ങൾക്ക് അതിൽ മറുപടി ഉണ്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ ചർച്ചകൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതായ ഒരു വാതിൽ തുറന്നു തരില്ലേ എന്ന് മൂപ്പര് ആ ബുഖാരിൻ്റെ ശറഹുകളിലുള്ള പലതും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ബുഖാരിൻ്റെ ശറഹ് നമുക്ക് എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും മൂപ്പരെ സമീപിച്ചു നമ്മൾ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, എഴുതണം എന്നുള്ളത് ശരിയാണ്. ഇത് നമ്മളൊരു ഭൗതികമാവുന്ന എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല. ഒരു ബുഖാരിൻ്റെ ശറഹ് എഴുതി, ആ ശറഹ് എഴുതി കൊണ്ടിട്ട് ഒരു ബുഖാരിക്ക് ശറഹ് എഴുതിയ ഒരാൾ എന്നുള്ള പേരുണ്ടാകാൻ വേണ്ടിയല്ല ബുഖാരിക്ക് ശറഹ് എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേതൊരു ശറഹ് എഴുതിയത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. മൂപ്പര് എഴുതിയ മൗലിദുകളൊന്നും മൂപ്പര് വിറ്റതിൻ്റെ പൈസ വാങ്ങിയിട്ടില്ല. അത് ആരെങ്കിലും പ്രസിദ്ധീകരിച്ച് വിറ്റു അവനോട് ആ പൈസ എടുക്കാമെന്നാണ് മൂപ്പര് പറഞ്ഞത്. നമ്മളൊക്കെ ഒരു മൗലിദ് ഒരു ചെറിയ പുസ്തകം എഴുതിയാൽ പോരെ, എന്നാൽ അത് നമ്മൾ പണത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. ഇതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹ്. അങ്ങനെ ബുഖാരിൻ്റെ ശറഹ് അവസാനം എന്നോട് ചിലപ്പോൾ പറയും, ഞാൻ ചെന്നപ്പോൾ ചില പ്രാവശ്യം എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഇത് ഷഅബാൻ മാസമാണ് തങ്ങളെ ഇപ്പോൾ പറ്റില്ല എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ഷഅബാൻ്റെ അവസാനത്തിൽ വന്നപ്പോൾ ഇതിപ്പോൾ ഷഅബാൻ്റെ അവസാനമായി പോയി എന്ന് പറഞ്ഞു. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ നോമ്പ് കഴിഞ്ഞ ഉടനെ ശവ്വാൽ മാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ മടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ പറയാൻ കാരണം. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്
ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ മഹാനാവുന്ന ഇമാം ബുഖാരിയിൽ നിന്ന് അതിൻ്റെ സമ്മതം കിട്ടണം. ആ സമ്മതം വരെ കിട്ടിയില്ല, കിട്ടിയാലേ ഞാൻ എഴുതുള്ളൂ. അപ്പോൾ മഹാന്മാരൊക്കെ അങ്ങനത്തെ മഹാന്മാരാവുന്ന ഇമ്മത്ത് അവരുടെ സഹികളൊക്കെ അങ്ങനെയാണ്. അവരൊന്നും അവരുണ്ടാക്കിയ മഹാനാവുന്ന ഇമാം സുബ്കി തങ്ങൾ, ഇമാം സുയൂത്തി തങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളൊക്കെ എത്രമാത്രം കിതാബുകൾ എഴുതി. ഈ കിതാബുകൾ കൊണ്ടുവന്ന് വിറ്റ് അതിൻ്റെ പൈസ വാങ്ങാൻ വേണ്ടിയല്ല അവർ കിതാബ് എഴുതിയത്. അവർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കപ്പെട്ടതായ സംഗതികൾ, അത് ലൗഹിൽ രേഖപ്പെടുത്തപ്പെട്ടതായ ആ മസായിലുകൾ മുഴുവനും അവർ പുറത്തു കൊണ്ടുവന്നു. അതാ അവർ ചെയ്തത്. ഇത് ഭൗതികമാവുന്ന ഒരു താല്പര്യത്തിന് വേണ്ടിയായിരുന്നില്ല. ഈ നിലക്ക് പ്രവർത്തിച്ചവരാണ് മുൻഗാമികളാവുന്നതായ മഹാന്മാർ. ആ മഹാന്മാരെ പറ്റി തഴനി പറയുക. ആ തഴനി ഒരാളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ പറ്റി മനസ്സിലാക്കാം. അവൻ എന്തോ ഒരു ബിദഈ ആശയങ്ങളിലേക്കുള്ളതായ ഒരു ചെറിയ ഒരു പോക്ക് അവനക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരോടുള്ളതായ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ, അവർക്കുള്ളതായ അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ തമാശാക്കുക, അതിനെ കുതിരയേരുക. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ അള്ളാഹു നിക്ഷേപിച്ച ആ വിശുദ്ധമായ ഒരു ഫിത്രത്ത്, ആ ഫിത്രത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ വന്ന് ചേർന്നാൽ, ആ ഈമാനാവുന്ന നൂർ അവിടെ വന്ന് ചേർന്നാൽ, ആ നൂറിനെ അവർ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ആ നൂറ് വളർന്ന് 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 പന്തലിച്ച് ആ നൂറ് കൊണ്ട് അവർക്ക് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളില്ലാതെ മനസ്സിലാക്കാനും കാണാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ. മൊഹീദ് ശേഖ് പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ. അത് വലിയൊരു അത്ഭുതമല്ല. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിനെ അവൻ വിശുദ്ധമാക്കിയെടുക്കുക, അവൻ്റെ ഈമാനിൻ്റെ ആ പ്രകാശം, ആ പ്രകാശത്തിനെ വളർത്തിയെടുക്കുക. ആ ഈമാനാവുന്ന ടെക്നോളജിനെ ഉയർത്തി കൊണ്ടുപോയാൽ വകദാലിക നുരി ഇബ്രാഹിമ മലക്കുത്തുസ് സമാവാത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തുള്ള സർവ്വരഹസ്യങ്ങളും അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയതായ ഒരു പ്രത്യേക ഒരു ടെക്നോളജി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകി. അതാ ഒരു പ്രത്യേക ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉപയോഗിച്ച് ഒരാളെ കണ്ടാൽ അവൻ്റെ മുഖത്തുള്ളത് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ കൽബിലുള്ളത് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവനിൽ സംഭവിച്ചു പോയ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അപ്പോൾ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങനെ അതിനെ തമാശാക്കണ കുറേ ആളുകളുണ്ടാവും. അവരിത് എപ്പോഴും കണ്ട് മനസ്സിലാക്കാന്നല്ല, ആവശ്യമുള്ള സമയത്ത് അതിനെ മനസ്സിലാക്കാനും പറയാനുള്ളതായ കഴിവുകൾ അവർക്കുണ്ട്. അതവരെ ഈമാൻ കൊണ്ട് അവരുണ്ടാക്കി തീർത്തതാണ്. അങ്ങനെയാണ് ഈമാൻ വളർന്നു കഴിഞ്ഞാൽ അത് പ്രത്യേക ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ, അവരെ മഅ്ജിസത്ത്, അവരെ കറാമത്ത് ഇതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് എന്ന് നിഷേധിക്കാൻ വേണ്ടി ആര് തുടങ്ങിയോ അവിടുന്ന് ദീനിനെ പൊളിക്കാൻ വേണ്ടിയുള്ളതായ ശ്രമമാണത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ ബിദഈ പ്രസ്ഥാനങ്ങളോടൊക്കെ പൂർണ്ണമായ നിലക്ക് ആശയപരമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിർപ്പ് തന്നെയാണ്. അവരെ പ്രതിരോധിക്കുക, അവർക്കുള്ളതായ ആശയങ്ങളെ ഗണ്ണിക്കുക, അവരുമായുള്ളതായ ദീനിയാവുന്നതായ മുവാലാത്ത്, ആ മുവാലാത്തിനെ പണ്ട് തന്നെ നിരോധിച്ചതാണ്. സ്നേഹബന്ധമില്ല എന്നല്ല, അപ്പോൾ അവർ നമ്മളും കണ്ടാലേ വീണ്ടൂല എന്നോ, അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിലൊരു കല്യാണത്തിന് കൂടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. ദീൻ്റെ കാര്യത്തിൽ അവരുമായുള്ളതായ മുവാലാത്ത് അതൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകഴിഞ്ഞതായ നേതാക്കന്മാർ അവർ പാസ്സാക്കിയതായ ഒരു പ്രമേയമാണ്, വിശുദ്ധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ആ ഒരു മുവാലാത്ത് നമ്മളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ അതിലേക്ക് ആകർഷിക്കുകയും അവരെ ആശയങ്ങളും അവർക്കുള്ളതായ വിശ്വാസങ്ങളൊക്കെ തകരാറാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ദീനിയായ നിലക്ക് ഈ മുവാലാത്തിനെ പൂർണ്ണമായി കൊണ്ട് വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിട്ട് അതൊരിക്കലും അനുവദിക്കപ്പെടാൻ സാധ്യമല്ല. അതൊട്ട് അനുവദിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ നിലനിൽക്കുന്ന കാലത്തോളം അങ്ങനത്തതായ ഒരാശയം ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും അനുവദിക്കാൻ തയ്യാറല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ഉണ്ടല്ലോ, ഈ പ്രസ്ഥാനങ്ങളുടെ സമ്മേളനങ്ങളിൽ പോയി അവിടെ പ്രസംഗിക്കുക, അവരെ സുന്നീയത്തിലേക്ക് കൊണ്ടുപോകും. അവർ സുന്നീയത്തിലേക്ക് വരില്ല. നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് സുന്നീയത്തിലേക്ക് അവർ വരില്ല. നിങ്ങളുടെ പ്രസംഗത്തിന് അവർ കളിയാക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അവരെ നിങ്ങൾ പോയി അവരെ സമ്മേളനത്തിൽ കൂടിക്കൊണ്ടിട്ട് ആ സമ്മേളനം വിജയിപ്പിക്കുന്നതായ പ്രവർത്തികൾ നമ്മുടെ സുന്നി ഉലമാവിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. കാരണം അത് മുൻകഴിഞ്ഞതായ നമ്മുടെ മഹാന്മാർ അവർ നിശ്ചയിച്ചു വെച്ചതായ തീരുമാനങ്ങൾ വിശുദ്ധ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെയും പറഞ്ഞതല്ല. മഹാനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെടുത്ത ഒരാൾ വന്നു, എപ്പോഴും വരുന്ന ആളാണ് മൂപ്പര്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മൂപ്പർക്ക് സലാം ചൊല്ലിയിട്ടുണ്ട്. അയാൾ മൂപ്പർക്ക് സലാം ചൊല്ലിയാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മടക്കുമായി. അയാൾ വേറൊരു സമയത്ത് വന്നപ്പോൾ അവർ സലാം മൂപ്പര് മടക്കിയില്ല. അപ്പോൾ എന്തേ മടക്കാഞ്ഞെന്ന് ചോദിച്ചു. അത് മൂപ്പരോട് ഇന്നഹു ഖദീബ്തദ,
അവൻ്റെ ആശയത്തിൽ അവൻ്റെ വിശ്വാസത്തിൽ തകരാറ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലക്ക് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരാവുന്നതായ നമ്മുടെ പൂർവികരാവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ അവർ നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു. അതിൽ പെട്ടതാണ് ഒന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളെ മക്കളറിയാതെ ബിദഈ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷകരാവുന്നുണ്ട്. അതിനെ പൂർണ്ണമായും കൊണ്ട് നമ്മൾ തടയണം. അത് തടയിട്ടിട്ടില്ലെങ്കിൽ വലിയ അപകടമായിരിക്കുണ്ടായി തീരാണ്. അപകടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീൻ്റെ ആ ശരിയായ സ്വഭാവങ്ങൾ അത് ഇവിടുന്ന് എന്താവുന്നറിയോ ഇല്ലാതെ കുറേശ്ശെയായിട്ട് മറ്റൊരു ബിദഈ പ്രസ്ഥാനത്തിലേക്ക് ഈ സമൂഹം ഒന്നായിട്ട് ചെന്നെത്തുന്നതായ ഒരു പ്രവണത അതിവിടെ ഉണ്ടാവും. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായ ഒരു സംഗതിയാണ്. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയങ്ങളും ആദർശങ്ങളും അത് പ്രചരിപ്പിക്കുകയും മറ്റ് നമ്മൾക്കുള്ളതായ ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തുകയും ചെയ്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്താനുള്ളത്. പിന്നെ നമ്മളെ പ്രവർത്തകരോട് പ്രത്യേകമായി പറയാനുള്ളത്, നമ്മൾ മഹാന്മാരാവുന്ന നമ്മുടെ മുൻഗാമികളെ പരിഹസിക്കുക, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് തഴഞ്ഞു പറയുക, ഇതൊക്കെ ഈ വാട്സപ്പിൽ കൂടി ഇങ്ങനത്തതായ പ്രവർത്തനങ്ങൾ ഇന്നൽക്കുള്ളതായ മോശമാവുന്ന ചിത്രീകരണങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളെ എതിർക്കാൻ പാടില്ല. ആ എതിർക്കുന്നവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവനല്ല. അവന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ യാതൊരു സ്ഥാനമില്ല എന്ന് ആണിട്ട് പറയുകയാണ് ഈ അവസരത്തിൽ. അവന് വേറെ അവൻ്റെ മേൽച്ചിൽ പുറം വേറെ നോക്കാം അവനക്ക്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളെ എതിർക്കുന്നതായ ആർക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ യാതൊരു സ്ഥാനമില്ല. അവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അടുപ്പിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുറത്ത് അവരെടുത്തിടും ആരാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്കുള്ള പൂർവികരാവുന്ന നമ്മളെ മശായിഖ് അയിമ്മത്ത് അവർ കാണിച്ചു തന്നതായ ഒരു വിശുദ്ധമായ ഒരു പാതയുണ്ട്. ആ പാതയിൽ കൂടി മാത്രമേ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഇവിടെ ഉണ്ടാവുന്ന ഇവിടുത്തെ ഈ മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ സ്നേഹം, ഇവിടെ പരസ്പരം ഉണ്ടാവുന്ന ഈ നിലക്കുള്ള ഈ സ്നേഹങ്ങളും സൗഹൃദങ്ങളും ഇതൊക്കെ ഇവിടെ നിലനിർത്തണം. ഇത് നിലനിർത്തലോട് കൂടി തന്നെ അതുകൊണ്ട് ആശയം പണയം വെക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആശയം പണയം വെക്കാത്ത നിലക്ക് അതിനൊക്കെ നമ്മളിവിടെ നിലനിർത്തണം. അപ്പോൾ ആശയത്തിലേക്ക് ഒരു കോട്ടം വരാൻ പാടില്ല, നമ്മളെ വിശ്വാസത്തിലേക്ക് കോട്ടം വരാൻ പാടില്ല. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ദീനിയാവുന്ന പ്രവർത്തനങ്ങൾ, അതിൽ യാതൊരു നിലക്ക് കോട്ടം വരാൻ പാടില്ല. അയിമത്തിലേക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രബലമാക്കിയ അഭിപ്രായത്തിൻ്റെ പിന്നിൽ കൂടുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ജനങ്ങളെ അവർക്കുള്ളതായ വഴിയിൽ നിന്നിട്ട് അവരെ തെറ്റിപ്പിക്കുന്നതായ നിലക്കുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഈ നിലക്കുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം വളരെ ശക്തമായ നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ച് അവരിവിടെ ഉണ്ടാക്കി തീർത്തതായ ഒരു പ്രത്യേക ഒരു സാഹചര്യം അതാണ് ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്, ഈ മതരംഗത്ത് നിലനിൽക്കുന്നത്. അത് വളരെ വിശുദ്ധമായ ഒരു തരീഖായതുകൊണ്ട് ആ തരീഖിലാണ് ജനങ്ങളിൽ നിന്നുള്ള 95% അവർ പിൻപറ്റി പോകുന്നത്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെ. അതിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിക്കുന്നതായ ഒരു പ്രവണത നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമാവുന്ന ഈ ഖുർആൻ, ആ ഖുർആൻ്റെ ആശയാദർശങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലയ്ക്ക് വിവരിച്ചരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാവുന്നതായ അയിമ്മത്ത് ആ വിശദീകരണങ്ങൾ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക, ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കരുത്തുക, ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായിക്കൊണ്ട് ഓരോരുത്തരും ബിദ്ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ നിലക്ക് അവരെ പ്രതിരോധിക്കുക. ശക്തമായ നിലക്ക് പ്രതിരോധിക്കാൻ അവരെ ആശയങ്ങളെ കൊണ്ട് നേരിടണം. അവർക്കുള്ളതായ ലക്ഷ്യങ്ങൾ, അവർ പറയുന്നതായ ലക്ഷ്യങ്ങൾ, അതിലുള്ളതായ തകരാറുകൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധമാവുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതായ പ്രവർത്തനങ്ങളാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരിൽ നിന്നുണ്ടാവേണ്ടത്. അതിലൊരു നിലക്കുള്ള അനാസ്ഥയും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതെല്ലാം